നമസ്കാരം. അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് സുരക്ഷാ വിഷയത്തെക്കാൾ കൂടുതലായി ഒരു പബ്ലിക് റിലേഷൻസ് തന്ത്രമാണ് എന്ന തരത്തിലുള്ള ട്രംപിന്റെ പ്രതികരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെയും ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെയും ആഴത്തിലുള്ള ആശയക്കുഴപ്പത്തെ വെളിപ്പെടുത്തുന്നതായാണ് പലരും കാണുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കണ്ടെത്താനും സുരക്ഷിതമാക്കാനുമുള്ള നീക്കങ്ങൾ തന്ത്രപരമായ സുരക്ഷാ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും പൊതുജന ശ്രദ്ധയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. US-ഉം ഇറാനും തമ്മിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയമായി യുറേനിയം ശേഖരം നിലനിൽക്കെയാണ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രതികരണം. ചൈന സന്ദർശനത്തിനിടെ ഫോക്സ് ന്യൂസ് അവതാരകൻ സീൻ ഹാനിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ യുറേനിയം ശേഖരം അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കാനാണ് താൻ ഇപ്പോഴും താല്പര്യപ്പെടുന്നതെന്ന് വ്യക്തമാക്കിയ ട്രംപ് എന്നാൽ ഇതിന്റെ പ്രായോഗികമായ പ്രാധാന്യത്തെ തള്ളിപ്പറയുകയും ചെയ്തു. യുറേനിയം ശേഖരം നമ്മുടെ കൈകളിൽ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തന്നെയാണ് തന്റെ അഭിപ്രായം. ഇതിപ്പോൾ മറ്റെന്തിനേക്കാളും ഉപരി ഒരു പബ്ലിക് റിലേഷൻസ് തന്ത്രം മാത്രമാണ് എന്നും ട്രംപ് പറഞ്ഞതായി AFP വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാനുള്ള തീവ്രമായ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന. നിലവിൽ നേരിട്ടുള്ള സൈനികാക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കം കാരണം ചർച്ചകൾ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. ഇറാനുമായുള്ള സംഘർഷം അവസാനിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാന്റെ പക്കലുള്ള അപകടകരമായ ആണവ സാമഗ്രികൾ ആ രാജ്യത്തു നിന്ന് പുറത്തെത്തിക്കുക തന്നെ വേണമെന്നും പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ യുറേനിയം ശേഖരത്തെ ലോക സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണിയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണവായുധ ശേഷിയിലേക്ക് നീങ്ങുന്നു എന്ന വാദം ഉയർത്തിക്കാട്ടിയാണ് ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും ശക്തമാക്കിയത്. എന്നാൽ അതേ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ട്രംപ് തന്നെ ഇത് PR വിഷയമാണെന്ന് പറയുന്നത് അമേരിക്കൻ നയത്തിലെ വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടുന്നതായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ട്രംപിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. യുദ്ധച്ചെലവുകൾ, എണ്ണവില, സാമ്പത്തിക സമ്മർദ്ദം, അന്താരാഷ്ട്ര വിമർശനങ്ങൾ എല്ലാം ചേർന്ന് ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന സമയം കൂടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധം നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ശക്തനായ നേതാവെന്ന ഇമേജ് സൃഷ്ടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന വിലയിരുത്തൽ ശക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ഇറാനെതിരെ കടുത്ത ഭാഷ ഉപയോഗിക്കുമ്പോഴും മറുവശത്ത് യുറേനിയം വിഷയത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണിക്കുന്ന സമീപനമാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത്. അതേസമയം ഈ പ്രസ്താവന അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഏറെക്കാലമായി ഇറാന്റെ ആണവ പദ്ധതിയെ അസ്തിത്വ ഭീഷണിയായി ചിത്രീകരിച്ചു വരികയാണ്. ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള നേതാക്കൾ ഇറാന്റെ യുറേനിയം ശേഖരം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കണം എന്ന നിലപാട് ആവർത്തിച്ചു പറയുന്ന ഘട്ടത്തിലാണ് ട്രംപിന്റെ ഇത്തരമൊരു പരാമർശം പുറത്തുവരുന്നത്. ഇവിടെ മറ്റൊരു നിർണായക കാര്യം കൂടി കാണേണ്ടതുണ്ട്. ട്രംപ് ഇപ്പോൾ യുദ്ധവും നയതന്ത്രവും തമ്മിൽ ഒരേ സമയം കളിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ഒരു വശത്ത് ഇറാനോട് ക്ഷമിക്കില്ല എന്ന കടുത്ത മുന്നറിയിപ്പും മറുവശത്ത് ഇത് PR വിഷയമാണ് എന്ന മൃദു സമീപനവും. ഈ ഇരട്ട നിലപാട് യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ ആശയക്കുഴപ്പത്തിന്റെ സൂചനയാണ് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം യുദ്ധം പൂർണ്ണമായി വ്യാപിച്ചാൽ അതിന്റെ സാമ്പത്തിക ആഘാതം അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകുമെന്ന ഭയം ഇപ്പോൾ US-ലും ശക്തമാണ്. അതേസമയം ഇറാനും ഈ സാഹചര്യം സൂക്ഷ്മമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക തന്നെ ഇപ്പോൾ സ്വന്തം വാദങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന രീതിയിൽ ടെഹ്റാൻ ഈ പ്രസ്താവനയെ അവതരിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങളും ചൈനയും റഷ്യയും അമേരിക്കൻ സമ്മർദ്ദ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന സമയത്ത് ട്രംപിന്റെ ഈ പരാമർശം ഇറാന്റെ നയതന്ത്ര നിലപാടുകൾക്ക് സഹായകരമാകാമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം യഥാർത്ഥ സുരക്ഷയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിനായുള്ള ശക്തി പ്രകടനമോ? ഉത്തരം കാലം തെളിയിക്കും.